ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു റെറ്റിനോൾ സെറത്തിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലെ റീൽസ് ആണെങ്കിലും ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും സെറത്തിനെ കുറിച്ചിട്ടും വിറ്റാമിൻ സി സെറം, റെറ്റിനോൾ, അങ്ങനെ BHA അങ്ങനെയുള്ള കുറേ സെറത്തിനെ കുറിച്ചിട്ടും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് റെറ്റിനോൾ സെറത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് റെറ്റിനോൾ സെറം, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റെറ്റിനോൾ സെറം എന്ന് നോക്കാം. റെറ്റിനോൾ സെറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സെറമാണ് റെറ്റിനോൾ സെറം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസ്, അതുപോലെ നമ്മുടെ പിമ്പിൾ മാർക്കിൽ ഉണ്ടായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ്, ഇതെല്ലാം പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു 30+ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സെറമാണ് റെറ്റിനോൾ സെറം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ട് എല്ലാ സെറം യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്നത്. ഇല്ല, ഇത് എല്ലാ സെറവും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനാണ് കിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു റെറ്റിനോൾ സെറം യൂസ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏത് സെറം യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈ റെറ്റിനോൾ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് വളരെ കുറച്ച് കോൺസെൻട്രേഷൻ ഉള്ള സെറം അല്ലെങ്കിൽ റെറ്റിനോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി ഈ റെറ്റിനോൾ സെറം യൂസ് ചെയ്യാൻ പാടില്ല. ഈവനിങ് മാത്രമാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളൊരു റെറ്റിനോൾ സെറം ഇന്ന് നമ്മൾ ഈവനിങ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുകയും സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവുകയും ബേണിംഗ് സെൻസേഷൻ കൂടുകയും ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമുക്കിത് യൂസ് ചെയ്യുന്നതോടെ ഉണ്ടാകും. നമ്മുടെ ഈ റെറ്റിനോൾ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കിൻ ഈവൻ ടോൺ അല്ലാന്ന് വിചാരിക്കും. നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് അൺഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടും റിങ്കിൾ ഫ്രീ ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു റെറ്റിനോൾ സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ വീക്കിലി ട്വൈസ് മാത്രം യൂസ് ചെയ്താൽ മതി. വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒരിക്കലും മോർണിംഗ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിന്നിൽ സൺലൈറ്റ് ആയിട്ട് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കാരണമാവും. മാത്രമല്ല, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇടണം. അതായത് ഡെഫിനറ്റ്ലി ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് അത് ഡ്രൈ ആക്കുകയും ഭയങ്കര ഇച്ചിങ് ഉണ്ടാക്കുകയും റാഷസ് വരാനൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബിവെയർ ദാറ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് എന്താ പറയുക, ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെറ്റിനോൾ സെറം വേറെ കുറേ സെറങ്ങളായിട്ട് ഇപ്പോൾ പീലിംഗ് സൊല്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ, BHA, ഇതൊന്നും ആയിട്ട് നിങ്ങൾ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഓൾറെഡി ഒരു പീലിംഗ് സൊല്യൂഷനാണ്. നമ്മുടെ ടോപ്പ് ലെയറിന് പീൽ ചെയ്യാനൊക്കെ ഈ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ വേറെ കുറേ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിനേക്കാൾ കൂടുതൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്കാണ് പോകുക. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴും ഈ റെറ്റിനോൾ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പ്ലമ്മിൻ്റെ 1% റെറ്റിനോൾ സെറം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറമാണ്. ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നല്ല യൂട്യൂബേഴ്സൊക്കെയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റെറ്റിനോൾ സെറം ട്രൈ ചെയ്യാം കേട്ടോ. കാരണം റെറ്റിനോൾ സെറം 30+ ഒക്കെ എത്തുന്നവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സെറം കൂടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പ്ലമ്മിൻ്റെ റെറ്റിനോൾ സെറം. ഇത് 1% റെറ്റിനോൾ സെറമാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 790 റുപ്പീസാണ്. ഇത് 30 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നവിടെ വെക്കാൻ പാടില്ല, വിവോപ്പറേറ്റ് ചെയ്ത് പോകും. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാണോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് മണമുണ്ട്, പക്ഷെ അത്രയും ഓക്കെ അങ്ങനെ ഒരു നല്ല മണമൊന്നും അല്ല.
പക്ഷേ ഇത് കുറേ ലോങ് ലാസ്റ്റിങ്ങും അല്ല കേട്ടോ സ്മെല്ല്. അതേപോലെ നമ്മൾ ഈ സെറം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യാൻ പാടില്ല. അതേപോലെ നമ്മൾ കുറേ സെറത്തിൻ്റെ ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ആക്ടിവേറ്റ്സും നമ്മുടെ കയ്യിലേക്കാണ് പോകുന്നത്, ഫേസിലേക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് സെറം ആയിക്കോട്ടെ, റെറ്റിനോൾ മാത്രമല്ല, നിങ്ങൾ ഏത് സെറം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും കയ്യിൽ ഒത്തിരി ഇങ്ങനെ റബ്ബ് ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ സ്കിന്നിൽ മുട്ടാതെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. നല്ല ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. എന്നിട്ട് അതിനെ ഡ്രൈ ആക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. 2 3 ഡ്രോപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഡ്രോപ്പർ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ വേണം നമുക്കിത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയാസ് അതിലേക്ക് ഇൻഫ്യൂസ് ആവുകയും നമുക്കത് വേറെ കുറച്ച് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഒത്തിരി അങ്ങോട്ട് റബ്ബ് ചെയ്യേണ്ട, പയ്യെ അതൊന്ന് ഡാബ് ചെയ്ത് കണ്ടോ, മെല്ലെ മെല്ലെ നമുക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ നല്ലൊരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. കാരണം ഇത് ഇവപ്രേറ്റ് ചെയ്ത് പോവാതിരിക്കാനാണ് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന റിക്വലിൻ്റെയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഭയങ്കര ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറാണ് റീക്വലിൻ്റെ. ഇത് ഭയങ്കര എന്താ പറയുക, ബാങ്കോ ബട്ടർ, ഹൈറോണിക് ആസിഡ്, റീസ്റ്റോർ ടു വെരി ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ അങ്ങനെയുള്ളവർക്ക്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ നല്ല കാറ്റുകാലമൊക്കെ ആയതുകൊണ്ട് സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്കിത് ഭയങ്കര യൂസാണ്. പകുതി കേട്ടോ, ഭയങ്കര കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് അടിപൊളിയാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ ഇത്. റേറ്റ് കാണാനില്ല, ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. നല്ല ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.